കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ പീഡനം നേരിട്ട അതിജീവിത മുഖ്യമന്ത്രി VD സതീശനെ കാണും. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടാണ് അതിജീവിത നാളെ മുഖ്യമന്ത്രിയെ കാണുന്നത്. വിവരങ്ങളുമായി വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. വിനേഷ്, എത്രത്തോളം നിർണായകമാണ് ഈ സന്ദർശനം? എന്തൊക്കെ ആവശ്യങ്ങളായിരിക്കാം ഈ അതിജീവിത മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെക്കുക? ക്രിസ്റ്റീന, അനൂജ, 2023 മാർച്ച് 18-നാണ് തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് മയക്കത്തിനിടെ യുവതി പീഡനത്തിനിരയാവുന്നത്. അവിടെ അറ്റൻഡറാണ് പീഡിപ്പിച്ചത്. അറ്റൻഡർ ശശീന്ദ്രനെ പിന്നീട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പക്ഷേ അതിനുശേഷം അവിടെ ഈ ശശീന്ദ്രനെ പിന്തുണച്ച 5ഓളം ജീവനക്കാരുണ്ട്. ഈ ജീവനക്കാർ പിന്നീട് അവർ സസ്പെൻഡ് ചെയ്തിരുന്നു. അവർ പിന്നീട് ജോലിയിൽ തിരിച്ചെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ അതിജീവിത പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ സ്ഥലം മാറ്റുകയോ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാവുകയോ വേണം എന്നും അതിജീവിത പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ഈ അതിജീവിതയുടെ മൊഴി മാറ്റി എഴുതിയ 2 ഡോക്ടർമാരുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പ്രീതിയും ഫാത്തിമ ബാനുവും. ഇവർക്കെതിരെയും നടപടി വേണം. വകുപ്പ് തല അന്വേഷണം പോലും ഇവരുടെ പേരിൽ ഉണ്ടായില്ല എന്നും അതിജീവിത പറയുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പല തവണ കഴിഞ്ഞ സർക്കാരിന് നിവേദനം നൽകിയതാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. DMO തലത്തിലുള്ള ഒരു അന്വേഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജിനുൾപ്പെടെ നിവേദനം നൽകിയതാണ്. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി VD സതീശനെയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി K മുരളീധരനെയും കാണാൻ വേണ്ടി നാളെ അതിജീവിത തിരുവനന്തപുരത്ത് എത്തുന്നത്. നാളെ വൈകിട്ടാണ് ഇവർക്ക് സമയം. അതിന് ഇതേ ആവശ്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. ഒപ്പം തന്നെ ഒരു പുനരധിവാസ പാക്കേജ് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തൻ്റെ പുനരധിവാസം ഉറപ്പുവരുത്താൻ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ഫലപ്രദമായ നടപടി ഉണ്ടാകണമെന്നും അതിജീവിത ആവശ്യപ്പെടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.